ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈലോ ടി വിയോ ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്മാർട്ട് ക്ലാസ് എടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടണും ശേഷം വരുന്ന നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്താൽ അത് ചിലപ്പോൾ പുതിയൊരു ആശയത്തിലോട്ടുള്ള വെളിച്ചമായിരിക്കും. ഇന്ന് ഒരു ഹൈടെക് ക്ലാസ് റൂമുകളുടെ കാലഘട്ടം. ഇന്നെല്ലാവരും നേരിടുന്ന ഒരു മുഖ്യ പ്രശ്നം അവരുടെ പ്രസന്റേഷനുകൾ എല്ലാവരുടെ കയ്യിലും എത്തിക്കാൻ കഴിയുന്നില്ല. കമ്പ്യൂട്ടർ ഇല്ല എന്ന് തന്നെയാണ് കാരണം. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ട്രിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് എന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് മൊബൈലിലോട്ടോ ടി വിയിലോട്ടോ പ്രസന്റേഷനുകൾ ഷെയർ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ സേവ് ചെയ്തിരിക്കണം. അത് ഡോക്യുമെന്റിനെ കുറിച്ച് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്ലാസ് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഡോക്യുമെന്റിനെ എങ്ങനെ ടി വിയിൽ പ്ലേ ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഫയല് സേവ് ആസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ പുതിയ ഡോക്യുമെന്റ് വരും. നമുക്കതിന് വേണമെന്നുണ്ടെങ്കിൽ പേരൊന്ന് മാറ്റാം. ഇവിടെ ഇങ്ങനെ വരാൻ കാരണം ഞാൻ കൊടുത്ത മലയാളം ഫോണ്ട് കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ഗൂഗിൾ ഇൻപുട്ട് മലയാളം ഉപയോഗിച്ച് ഇവിടെ മലയാളം എഴുതാം. ഉൾക്കാഴ്ച ഇതാ ഇവിടെ കാണുന്നു. നമുക്ക് പ്രസ് ചെയ്യാം. ശേഷം ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്നത് ഇവിടെ കാണുന്ന വിൻഡോസ് മീഡിയ വീഡിയോ എന്ന് ഇത് ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രസ് നടക്കുന്നത് കാണാം. ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ഈ കൺവേർട്ട് ക്യാൻസൽ ആവുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് കമ്പ്യൂട്ടർ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പ്രസന്റേഷനാണ്. പ്രസന്റേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് നമ്മൾ മാക്സിമം കുറയ്ക്കുക. ഓരോ ഭാഗത്തും നമ്മുടെ വോയിസ് ആയിരിക്കണം നമ്മുടെ നോട്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ ഓരോ പേജുകളും ഞാൻ ക്രമീകരിച്ചത്. നമുക്ക് ഇതെല്ലാം ഓരോ ഭാഗത്ത് ചെക്ക് ചെയ്യാം. ഇത് ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ 1-2 വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കൂടുതൽ ടൈം എടുക്കാൻ കാരണം. ഇവിടെ ഫയൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാം. ആ ഫയൽ ഇവിടെ വീഡിയോ വന്നു കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഞാനുണ്ടാക്കിയ ആനിമേഷനാണ്. ഇതിലാണ് വീഡിയോ വരിക. നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു മറ്റൊരു രീതിയും കൂടി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഫയല് സേവ് ആസ്, ഇവിടെ കാണുന്ന JPG ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ കാണുന്ന സേവ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചോദിക്കുന്നത് എല്ലാ സ്ലൈഡും വേണോ അതോ കറണ്ട് സ്ലൈഡ് മാത്രം മതി? നമുക്ക് എല്ലാ സ്ലൈഡും ഒന്ന് കൊടുക്കാം. ഉള്ളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫയൽ ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത അതേ പേരിൽ ഫയൽ വന്നു. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓരോ സ്ലൈഡുകളും ഓരോ ഇമേജ് ആയി വന്നു.
നമുക്ക് ഓരോ സ്ലൈഡ് ഇതേ രീതിയിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഫിലിമോറ, യുലീഡ്, അഡോബ് പ്രീമിയർ തുടങ്ങിയ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതിൽ നിങ്ങൾക്ക് വീഡിയോ ഇമേജോ ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പെൻഡ്രൈവ് ഉപയോഗിച്ച് ടിവിയിലോ ഡാറ്റ കേബിളുകൾ ഉപയോഗിച്ച് മൊബൈലിലോട്ടോ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.